നടത്തേണ്ടതായ കലോത്സവം അത് ഇങ്ങനെ അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. കലോത്സവം ഉണ്ടാകുമോ, കലോത്സവം ഇല്ല. കേരള സർവകലാശാലയുടെ മുറ്റത്ത് വിദ്യാർത്ഥികളുടെ കലാപ്രകടനം അരങ്ങേറുകയാണ്. ഇതൊരു പ്രതിഷേധമാണ്, വേറെ ആരോടുമല്ല, വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനോടുള്ള പ്രതിഷേധമാണ്. യൂണിവേഴ്സിറ്റി കലോത്സവം നടത്താൻ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കലാപ്രതിഭകൾ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. സർവകലാശാലയിൽ പലതവണ യൂണിവേഴ്സിറ്റി കലോത്സവം നടത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളും സംഘടനകളും യൂണിയനും ആവശ്യപ്പെട്ട് കത്തുകൾ നൽകിയെങ്കിലും അതിൽ VC മോഹൻ കുന്നുമ്മൽ ഇടപെടുന്നില്ല. സാധാരണഗതിയിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് ഈ കലോത്സവം നടക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ആ ജനുവരി മാസം പൂർത്തിയായി ഫെബ്രുവരി ആദ്യ ആഴ്ചയായിട്ടും കലോത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ ഒന്നും തരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൽക്കളിക്കാരടക്കം നിരവധി തിരുവാതിര, ദഫ്മുട്ട്, ഒപ്പന തുടങ്ങി വിവിധ കലാപ്രകടനങ്ങൾ പരിശീലനം ഈ സർവകലാശാല മുറ്റത്തേക്ക് ആക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കാരണം? നിലവിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തേണ്ടതായ കലോത്സവം അത് ഇങ്ങനെ അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. അതിനുള്ള അനുമതി നൽകാതെ VC ഇങ്ങനെ നിൽക്കുകയാണ്. VC പറയുന്നത് ഒരു യൂണിയൻ 2 കലോത്സവം നടത്തണ്ട എന്നുള്ളതാണ്. ഇതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾ പ്രതിദാനം ചെയ്ത യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ ആ യൂണിയൻ റദ്ദായതിന്റെ പേരിൽ ആ യൂണിയൻ നടത്തേണ്ടിയിരുന്നതായ കലോത്സവം നിലവിലെ യൂണിയൻ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു സിൻഡിക്കേറ്റിന്റെ അനുമതിയോടുകൂടി. ഇപ്പോൾ വീണ്ടും ഈ യൂണിയൻ നടത്തേണ്ടതായ കലോത്സവം നടത്താൻ വേണ്ടി അനുമതി ചോദിക്കുന്ന സമയത്ത് അതിന് നിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോടാകെ ഉത്തരം പറയാതെ ഇതിന്റെ അകത്ത് ഇങ്ങനെ മോഹനൻ കുന്നുമ്മലിന് ഇരിക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല. ഈ കേരളത്തിലെ വിദ്യാർത്ഥിത്വത്തിനോട് അവരുടെ ഭാവിയോട് മോഹനൻ കുന്നുമ്മൽ നിർബന്ധമായും മറുപടി പറയേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നിലവിലെ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പരിശീലനങ്ങളും യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ നേതൃത്വത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ തിരുമുറ്റത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളോട് അവരുടെ ഭാവിയോട് അനിശ്ചിതത്വത്തിലായിട്ടുള്ള അവരുടെ കലോത്സവത്തിനോട്, നാടകോത്സവത്തിനോട്, എന്തിന് കായിക മത്സരങ്ങൾക്കുള്ള TADM അടക്കം പിടിച്ചു വെച്ചുകൊണ്ടുള്ള ഈ മോഹനൻ കുന്നുമ്മലിന്റെ നെറുകേടിന് വിദ്യാർത്ഥികളോട് മറുപടി പറയേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശീലനം ഈ നടക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്. അത്തരത്തിൽ ഇത് കലോത്സവത്തെ മാത്രം സംബന്ധിച്ച വിഷയമല്ല, പകരം ഈ നാടകോത്സവം നടക്കാനുണ്ട്. അതുകൂടാതെ കായികമേളയിൽ പങ്കെടുത്ത ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവർ പോയതിന് ചെലവായ പണം നൽകാനുണ്ട്. പല വിദ്യാർത്ഥികളും കടം വാങ്ങി ഈ മേളയ്ക്ക് പോയതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങൾ ഏത് ഇവന്റിൽ പങ്കെടുക്കാനെത്തിയവരാണ്? അങ്ങനെയല്ല, SFIയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഏതൊക്കെ ഇവന്റുകളാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്? ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളുണ്ട്, ആർട്സ് കോളേജിലെ കുട്ടികളുണ്ട്. പല ഇവന്റുകളായിട്ട് കോൽക്കളിയുണ്ട്, ദഫുണ്ട്, പിന്നെ തിരുവാതിര കളിക്കുന്നവരുണ്ട്, ഒപ്പന കളിക്കുന്നവരുണ്ട്. അങ്ങനെ പല ഇവന്റുകളും ഇവിടെ നിന്ന് പ്രതിഷേധാത്മകമായിട്ട് പരിശീലനം നടത്താനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കലോത്സവം നടത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആ കോൽക്കളി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ കുറെ കാലമായി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്? തീർച്ചയായിട്ടും. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ ചെയർമാനാണ്. നമ്മൾ മാസങ്ങളായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കലോത്സവം ഉണ്ടാകുമോ, കലോത്സവം ഇല്ലാകുമോ എന്നുള്ളൊരു പ്രതികരണം പോലും VC തരാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഇത്രയും കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് പകുതി വഴി ആയപ്പോഴത്തേക്ക് കലോത്സവം കാണില്ല, ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം നടന്ന കലോത്സവം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കലോത്സവം അതിന് മുന്നത്തെ യൂണിയൻ കാലയളവിലുണ്ടായ കലോത്സവമാണ്. പക്ഷേ ഇനി ആ യൂണിയന് തന്നെ വീണ്ടും ഒരു കലോത്സവം അനുവദിച്ചു കൊടുക്കാൻ ഉള്ള ഫണ്ട് VC അനുവദിക്കുന്നില്ല. ഇത്രയും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ അങ്കണത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ഭാവി, അവർക്ക് ഗ്രേസ് മാർക്കിൻ്റെ ആവശ്യമുണ്ട്, അവർക്ക് അവരുടെ കലയെ ഒരു വേദിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് നിഷേധിക്കുന്നത് VC. അത്തരത്തിൽ ഈ കലാ പ്രകടനങ്ങൾ ഇവിടെ തിരുവാതിരക്കാർ കുട്ടികൾ, നമ്മളെ തിരുവാതിര പെർഫോം ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ നാളായി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്? നമ്മുടെ ഇവന്റ് ഏതാണ്? അപ്പോൾ കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ മത്സരിച്ചവരാണ്? ഈ VCയുടെ നിലപാടിനോട് നിങ്ങൾക്ക് കടുത്ത എതിർപ്പാണോ ഉള്ളത്? കലാപ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം തളർത്തുന്നു എന്ന് തോന്നുന്നു. എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? വഴിയൊന്നുമില്ല. ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തതല്ലേ. വലിയ ചെലവാണ്, പ്രാക്ടീസാണ്, വലിയ ചെലവല്ലേ. അത്തരത്തിൽ ഈ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം ഇതിൽ VC നിരത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ യൂണിയൻ അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ യൂണിയൻ റദ്ദാക്കപ്പെട്ടിരുന്നു. തുടർന്ന് ആ യൂണിയൻ കാലത്തെ കലോത്സവം ഇപ്പോഴത്തെ യൂണിയനാണ് ഏറ്റെടുത്ത് നടത്തിയത്. ആ യൂണിയൻ അങ്ങനെ 2 കലോത്സവം നടത്തേണ്ട, അതിന് അനുമതി നൽകില്ല എന്നതാണ് VC ഇതിൽ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സർവകലാശാല ആസ്ഥാനത്ത് VCയുടെ ചേംബറിനുള്ളിൽ കയറിയിരുന്ന് ഇപ്പോൾ ആ പ്രതിഷേധവും പുരോഗമിക്കുകയാണ്. എന്താണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ കലോത്സവം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമാക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെയും SFIയുടെയും തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.